നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ബാർ കോഴക്കേസിൽ വിജിലൻസ് റിപ്പോർട്ട് തയ്യാറായി. ധനമന്ത്രി കെ.എം. മാണിക്കെതിരെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും സാക്ഷിമൊഴികളും അടങ്ങുന്നതാണ് റിപ്പോർട്ട്. വിജിലൻസിൻ്റെ നിയമോപദേശത്തിന് ശേഷം ഡയറക്ടറുടെ പരിശോധനയും പൂർത്തിയാക്കി കെ.എം. മാണിക്കെതിരായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴി, ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് എന്നിവ ആധാരമാക്കിയാണ് ബാർ കോഴക്കേസിൽ വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ധനമന്ത്രി കെ.എം. മാണിക്കെതിരെ സാഹചര്യ തെളിവുകൾ ശക്തവും സജീവവുമാണ്. ബാർ ഹോട്ടൽ അസോസിയേഷൻ നടത്തിയ പണപ്പിരിവ് തന്നെ ഇതിൽ സുപ്രധാനമാണ്. പണം ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പിൻവലിച്ച സമയവും കോഴ ആരോപണം ശരിവെക്കുന്നു. ഈ പണം കോഴ നൽകാൻ ഉപയോഗിച്ചു എന്ന സ്ഥിരീകരണവും വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ബാർ ഹോട്ടൽ അസോസിയേഷന്റെ യോഗത്തിലെ മിനിറ്റ്സും അനുബന്ധ രേഖകളും തെളിവുകളുടെ പട്ടികയിലുണ്ട്. കെ.എം. മാണിക്ക് കോഴ നൽകിയെന്ന ബിജു രമേശിന്റെ മൊഴി സാധൂകരിക്കാനുള്ള സാഹചര്യ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു. പണം നൽകിയെന്ന് ബിജു രമേശ് പറയുന്ന ദിവസം മന്ത്രി മാണി, ഡി രാജ്കുമാർ ഉണ്ണി, ബിജുവിന്റെ ഡ്രൈവർ അമ്പിളി എന്നിവർ ഒരേ മൊബൈൽ ടവറിന് കീഴിലായിരുന്നു. കോഴപ്പണവുമായി പോയ വാഹനം മന്ത്രിമന്ദിരത്തിന്റെ ഗേറ്റ് കടന്നതിനും തെളിവുണ്ട്. പണം നൽകിയതിന് ദൃക്സാക്ഷി ബിജു രമേശിന്റെ ഡ്രൈവർ അമ്പിളി വിജിലൻസിന് മൊഴി നൽകി. ഈ മൊഴി ശാസ്ത്രീയ പരിശോധനയിലൂടെ വിജിലൻസ് ശരിവെക്കുകയും ചെയ്തു. ഇത്രയും സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ട് വിജിലൻസിന്റെ ലീഗൽ അഡ്വൈസർക്ക് നിയമോപദേശത്തിനായി സമർപ്പിക്കും. അതിനുശേഷം വിജിലൻസ് ഡയറക്ടറുടെ പരിശോധന കൂടി പൂർത്തിയാക്കിയ ശേഷമായിരിക്കും അന്വേഷണ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുക. അന്വേഷണം വൈകുന്നുവെന്ന ആക്ഷേപം വിജിലൻസ് നേരിട്ട സാഹചര്യത്തിൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് വിജിലൻസ് നീക്കം നടത്തുന്നത്. സുപ്രീം കോടതി അടക്കം വിവിധ കോടതികൾ അഴിമതി കേസുകളിൽ പുറപ്പെടുവിച്ച ഉത്തരവുകൾ കൂടി കണക്കിലെടുത്താണ് വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ടർ, കൊച്ചി. ബാർ കോഴക്കേസിൽ കുറ്റപത്രം നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടക്കുന്നതായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി മാണിക്ക് രക്ഷപ്പെടാനുള്ള അണിയറ നീക്കം നടക്കുകയാണ്. നുണപരിശോധനാ ഫലം മാണിക്കെതിരായ അനിഷേധ്യമായ തെളിവാണ്. മാണിയുടെ പേര് ഒഴിവാക്കി ഒരിക്കലും കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയില്ല എന്നും കോടിയേരി പറഞ്ഞു. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, കോൺഗ്രസ് വക്താവ് ശ്രീ ജോസഫ് വാഴയ്ക്കൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ VS സുനിൽകുമാർ MLA എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, മാണിക്കെതിരായ കുറ്റപത്രം നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആരോപിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? ഇത് മാണിക്കെതിരായ കുറ്റപത്രം സമർപ്പിച്ചാൽ ഈ മന്ത്രിസഭ നിലനിൽക്കില്ല, മാണി രാജിവെക്കേണ്ടി വരും. അപ്പോൾ മാണിക്കെതിരായി മാത്രം കുറ്റപത്രം സമർപ്പിക്കുകയും ബാബുവിനെതിരായ കുറ്റപത്രം സമർപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇപ്പോൾ തന്നെ അവർക്കൊരു ആക്ഷേപമുണ്ട്. ഇതൊരു ഗൂഢാലോചനയാണ്. ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനും വെച്ചു. ഗൂഢാലോചന പ്രതിപക്ഷം നടത്തിയതല്ല, മറിച്ച് ഭരണകക്ഷിയിൽപ്പെടുന്നവർ തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഈ കേസിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റും ആഭ്യന്തര വകുപ്പും എടുത്തുള്ള നടപടികളെയൊക്കെ സംബന്ധിച്ച് പറയാതെ പറയുന്നുണ്ട് ശ്രീ മാണിയും കേരള കോൺഗ്രസും. അവരെ മനഃപൂർവ്വമായി കുഴയ്ക്കാനാണെന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബാബുവിനെതിരായും അന്വേഷണം നടത്താതെ നിൽക്കാൻ കഴിയില്ല. അഥവാ നിന്നില്ലെങ്കിൽ ആത്മാഭിമാനം പണയം വെച്ച് പിന്നെ കേരള കോൺഗ്രസ് MLAമാർ അതിനകത്ത് നിൽക്കുമോ എന്ന് കണ്ടറിയണം. അവരുടെ വക്താക്കളെല്ലാം വന്ന് ചാനലിൽ നടത്തിയ ചർച്ചയിലെല്ലാം നമ്മൾ മനസ്സിലാകുന്നത് കുറ്റപത്രം സമർപ്പിച്ചാൽ അപ്പം ഞങ്ങൾ നിലപാട് മാറ്റുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കുറ്റപത്രം സമർപ്പിച്ചാൽ നിലപാട് മാറ്റിക്കഴിഞ്ഞാൽ ഈ മന്ത്രിസഭ നിലനിൽക്കില്ല. ആ മന്ത്രിസഭ നിലനിൽക്കായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് രാജിവെക്കേണ്ടി വരും. അരുവിക്കര തെരഞ്ഞെടുപ്പിനോടൊപ്പം ഒരുപക്ഷെ അത് മാറ്റിവെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടുന്ന രാഷ്ട്രീയ സാഹചര്യം ഇവിടെ ഉണ്ട്. അതിനെ അട്ടിമറിക്കാതെ ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോകാനൊക്കില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകുമെന്ന് ശ്രീ ഉമ്മൻചാണ്ടി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദേഹം തന്നെ നിയമം ഉമ്മൻചാണ്ടിയുടെ വഴിക്ക് മാറ്റിയെടുക്കാതെ ഈ കേസിൽ ഈ ഗവൺമെൻറ് നിലനിൽപ്പില്ല. നല്ല തെളിവുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. നുണപരിശോധന ഉൾപ്പെടെ മറ്റ് സാക്ഷിമൊഴികൾ ഇതെല്ലാം വന്നാലും അഴിമതി നടത്തിയവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതെങ്കിൽ കോടിയേരി പറഞ്ഞതാണ് ശരി. ഇതിന്റെ മേൽ വീണ്ടും ഈ കേസ് തുടരും. ശ്രീ ജോസഫ് വാഴയ്ക്കൻ, കെ.എം. മാണിക്കെതിരെ വിജിലൻസ് ശേഖരിച്ച തെളിവുകൾ, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട്, കുറ്റപത്രം, ഇത് കോടതിയിൽ സമർപ്പിക്കും എന്ന് ഉറപ്പ് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? കാരണം നിയമത്തിൻ്റെ വഴിയിലെ കാര്യങ്ങൾ പോകൂ എന്ന് ഉമ്മൻചാണ്ടിയും UDFും പലവട്ടം ആവർത്തിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾ ഇപ്പോൾ ഈ വ്യാഖ്യാനിച്ചുണ്ടാക്കുന്ന ഈ റിപ്പോർട്ട് ആണോ കൊടുക്കുന്നത്, യഥാർത്ഥത്തിലുള്ള റിപ്പോർട്ടാണോ കൊടുക്കുന്നത് എന്നതിനെ കുറിച്ച് എനിക്കറിയത്തില്ല.
ഏതായാലും റിപ്പോർട്ട് ഇതുവരെയും കൊടുത്തതായിട്ടും അറിയില്ല. റിപ്പോർട്ട് തയ്യാറാക്കുന്നു, അതിനകത്തെ വരികളും വാക്കുകളും എല്ലാം ഇവിടെ എഴുതാൻ കൂട്ടത്തിലിരുന്ന് എഴുതിയതുപോലെ ഇരുന്നുകൊണ്ടാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എനിക്കറിയില്ല, അത് ഞങ്ങൾക്കാർക്കും ഇതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. എന്തായാലും നീതിപൂർവമായിട്ടുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നത്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുക്കും. അതിനകത്ത് നിരവധി പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഈ പറയുന്നത് പോലെ എല്ലാം തെളിഞ്ഞു എന്നാൽ പിന്നെ നേരെ കുറ്റപത്രം കൊടുത്താൽ പോലെ അങ്ങനെ എവിടെ തെളിഞ്ഞു എന്നാണ് പറയുന്നത്? ഇവിടെ ഞാൻ നേരത്തെ മുതലേ പറയുന്നതാണ്, ജൂൺ 2-ാം തീയതിയും അതിനു മുമ്പുണ്ടായിരുന്ന മാർച്ച് 26-ാം തീയതിയും 2 ക്യാബിനറ്റ് ഡേയിലും കേരളത്തിലെ മിക്കവാറും എല്ലാ മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ വ്യത്യാസമില്ലാതെ എല്ലാ ബാർ ഉടമകളും സംസ്ഥാനത്തെ എല്ലാ പ്രദേശങ്ങളിലും കയറി ഇറങ്ങിയതാണ്. കാരണം തലേ ദിവസം അവരുടെ ബാറ് പൂട്ടി. 26-ാം തീയതി പൂട്ടാൻ പോകുന്നു, 2-ാം തീയതി നോക്കുമ്പോൾ പൂട്ടിക്കഴിഞ്ഞു. അത് തുറക്കണം. അവരെല്ലാം വലിയ അങ്കലാപ്പിലായിരുന്നു. അതിനുവേണ്ടി എല്ലാ സ്ഥലത്തും പോയിടത്തെല്ലാം പൈസയായിട്ടാണ് പോയത് എന്നുള്ള നിലയിലുള്ള നിഗമനം ഒരു ടവറിന്റെ കീഴിൽ. ശ്രീ ജോസഫ് വാഴക്കൻ, അതല്ല, ഇപ്പോൾ മന്ത്രി തന്നെ പറയുന്നു മന്ത്രിക്ക് നേരെ നടക്കുന്ന അന്വേഷണം അത് ശരിയായ രീതിയിലല്ല. മന്ത്രി എന്ന നിലയിൽ KM മാണി ഇതല്ല വിജിലൻസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അന്വേഷണ വിവരങ്ങൾ പുറത്തു പോകുന്നു, അതേക്കുറിച്ച് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ പറയുന്നു KM മാണി പറയുന്നതിൽ ശരിയാണ്, അദ്ദേഹത്തിനെതിരെ FIR ഇടേണ്ടിയിരുന്നില്ല എന്ന്. അപ്പോൾ ഈ രീതിയിൽ ഈ അന്വേഷണം തന്നെ വേണ്ടിയിരുന്നില്ല, വേണ്ടാത്ത ഒരു അന്വേഷണമാണ് നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി, അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ രീതിയിലായിരുന്നില്ല അന്വേഷണം നടത്തേണ്ടത് എന്ന് KM മാണി, അത് സംബന്ധിച്ച് പ്രതിച്ഛായ എന്ന പത്രത്തിൽ ഈ മന്ത്രി തന്നെ എഴുതുന്നു, ഈ മന്ത്രിസഭയിൽ അംഗമായ തനിക്കെതിരെ ഈ രീതിയിൽ അന്വേഷണം നടക്കേണ്ടിയിരുന്നില്ല എന്ന്. അപ്പോൾ അന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഇടപെടുന്നതിന് തുല്യമല്ലേ ഈ അഭിപ്രായ പ്രകടനങ്ങൾ? ഇങ്ങനെ ഒരു കേസ് വേണ്ടിയിരുന്നില്ല എന്ന മുഖ്യമന്ത്രിയുടെ തന്നെ നിലപാട്. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സത്യസന്ധമായി റിപ്പോർട്ടും കുറ്റപത്രവും സമർപ്പിക്കാൻ കഴിയുക? ഇതല്ലേ കോടിയേരി ഉന്നയിക്കുന്ന സംശയം? അല്ല, കോടിയേരിയുടെ സംശയത്തിന് നമുക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല. കാരണം അതൊക്കെ ഒരു ലാവലിൻ കേസൊക്കെ മുക്കിയപ്പോൾ അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതൊന്നുമല്ല ഈ ഗവൺമെന്റിൽ നിന്നുള്ളത്. ഞാൻ പറയാൻ പോകുന്നത്, FIR ഇടണ്ടായിരുന്നു എന്നൊന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. മാണി സാറിന്റെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞത് ഓരോ ദിവസവും വിജിലൻസ് എന്ത് ചെയ്യുന്നു എന്ന് വിജിലൻസിൽ നിന്ന് വാർത്ത പുറത്തു പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും മാണി സാറിന്റെ പരാതി ന്യായമായ പരാതി തന്നെയാണ്. കേരളത്തിൽ എല്ലാവർക്കും അഭിപ്രായമുള്ളതാണ്. അങ്ങനെ ഒരു അന്വേഷണമില്ലല്ലോ. അന്വേഷണ ഏജൻസി എല്ലാ ദിവസവും രാവിലെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിലേക്ക് കൊടുത്തിട്ടല്ലല്ലോ ചെയ്യുന്നത്. അതൊരു ശരിയായ കാര്യമല്ലല്ലോ. ഇത് പല രീതിയിൽ അന്വേഷിച്ച് പല തെളിവുകൾ എടുത്ത് അത് അസസ് ചെയ്ത് അതിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കി അങ്ങനെയൊക്കെയാണല്ലോ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതിനു മുമ്പ് കുറ്റവാളിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആരുടെയോ പ്രേരണയാൽ ഏതോ വ്യക്തികൾ വാർത്തകൾ സൃഷ്ടിക്കുന്നു. ആ വാർത്തകൾ സൃഷ്ടിച്ച് അത് ഒരു വ്യക്തിയെ വളരെ നേരത്തെ തന്നെ കുറ്റവിചാരണ നടത്തുന്നു, ആക്ഷേപിക്കുന്നു, അപമാനിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പരാതി ഉണ്ടായാൽ അതിന് ഒരാക്ഷേപവും പറയാനില്ല. കാരണം അന്വേഷണം വളരെ വ്യക്തമാണ്. ശ്രീ VS സുനിൽകുമാർ, താങ്കളാണ് KM മാണിയുമായി ബന്ധപ്പെട്ട ബാർക്കോഴ കേസിൽ ശരിയായ നിലയിൽ അന്വേഷണം നടക്കണം എന്ന് ഉറപ്പുവരുത്താൻ ഹൈക്കോടതിയെ സമീപിച്ചത്. അന്ന് ഹൈക്കോടതി പറഞ്ഞത് വിജിലൻസ് മാനുവൽ മാറ്റിവെച്ചുകൊണ്ട് വിജിലൻസ് ഡയറക്ടർ ഈ കേസ് അന്വേഷിക്കട്ടെ, അങ്ങനെ സത്യസന്ധമായി അന്വേഷണം നടക്കുന്നില്ല എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് എന്ന് തോന്നിയാൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാം എന്നായിരുന്നല്ലോ അന്ന് കോടതി പറഞ്ഞത്. ഇന്നിപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു ഇതിൽ ശരിയായ രീതിയിൽ കുറ്റപത്രം സമർപ്പിക്കും എന്ന് കരുതുന്നില്ല, അത് വൈകിപ്പിക്കാൻ ശ്രമം നടക്കുന്നു എന്ന്. ബിജു രമേശ് പറയുന്നു ഇത് മൊത്തത്തിൽ അട്ടിമറിക്കാൻ പോകുന്നു ബാർക്കോഴ കേസ് എന്ന്. എന്താണ് VS സുനിൽകുമാർ ഈ കാര്യത്തിൽ ഇനി ചെയ്യാൻ പോകുന്നത്? ഈ കേസില് കുറ്റപത്രം സമർപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വലിയ നിലയിലുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം, FIR കണ്ടുപിടുത്തം അനുസരിച്ചും പ്രഥമ ദൃഷ്ടിയെ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചും ഇപ്പൊ അന്വേഷണ സംഘത്തിന്റെ FIR തന്നെ പറഞ്ഞിരിക്കുന്ന വളരെ റെലവന്റ് വിറ്റ്നസ് എന്ന് പറയുന്ന
പിന്നെ ഈ വാൻ ഡ്രൈവറെ നുണപരിശോധന കൂടി വിധേയമാക്കപ്പെട്ടതോടുകൂടി എഫ്ഐആറിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട തെളിവ് അവർക്ക് കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ കിട്ടിയ സാഹചര്യത്തിൽ ഇവിടെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ KM മാണിയെ പ്രതി ചേർക്കാതെ കുറ്റപത്രം സമർപ്പിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാൻ ഗവൺമെന്റ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കാലതാമസം കാണിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടാണെങ്കിലും ഈ കുറ്റപത്രം എത്രയും പെട്ടെന്ന് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടാൻ പോവാണ്. എന്ന് മാത്രമല്ല, കുറ്റപത്രത്തിൽ എഫ്ഐആറിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളെ അട്ടിമറിക്കുന്ന വിധത്തിലുള്ള ഏതെങ്കിലും നിഗമനങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ ആ നിലയിലും കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. കാരണം കോടതി ഞങ്ങളോട് പറഞ്ഞ കാര്യം അതാണ്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കാമെന്ന് അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ ഈ കേസ് അട്ടിമറിക്കാൻ നടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ KM മാണിക്കെതിരെ എഫ്ഐആർ കുറ്റപത്രം സമർപ്പിച്ചാൽ ഈ ഗവൺമെന്റ് നിൽക്കാൻ കഴിയില്ല. ഈ ഗവൺമെന്റ് രാജിവെക്കേണ്ടി വരും. ഉമ്മൻചാണ്ടിക്കും ഈ KM മാണിക്ക് രാജിവെക്കേണ്ടി വരും. ബാബുവിനെതിരെ എഫ്ഐആറിന്റെ ഒരു അന്വേഷണം നടത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ ഗവൺമെന്റിന് നിലനിൽക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് വരികയും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത് വലിയ തിരിച്ചടിയായി മാറും എന്ന് കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് രണ്ട് കൈയും വിട്ട് കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയും അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പോകുന്നില്ലെന്ന് മാത്രമല്ല, ശക്തമായ സമരത്തിലൂടെയും നിയമത്തിന്റെ വഴികളിലൂടെയും അതിന് ഏത് വിധേയം തടയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തും. ദയവായി തുടരുക. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കഴിഞ്ഞ ദിവസം വരെ മാധ്യമങ്ങളും പൊതുസമൂഹവും വിശ്വസിച്ചിരുന്നത് KM മാണിക്കെതിരെ ഒരു അന്വേഷണം സത്യസന്ധമായി നടക്കുന്നു, ആ അന്വേഷണത്തിൽ വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നു, അതനുസരിച്ച് റിപ്പോർട്ട് വിജിലൻസ് മറ്റ് ബാഹ്യ ഇടപെടലുകൾക്ക് വഴങ്ങാതെ കോടതിയിൽ എത്തിക്കും. അങ്ങനെ കുറച്ച് വൈകൽ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായെങ്കിലും ഇനിയെങ്കിലും അത് സത്യസന്ധമായി ഇപ്പോൾ നുണപരിശോധനാ ഫലം കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ നിയമത്തിൻ്റെ വഴിയെ കാര്യങ്ങൾ നീങ്ങും എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത്. പക്ഷേ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടുകൂടി വളരെ ശക്തമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വിജിലൻസിന് മേൽ ഉണ്ടാകുന്നു എന്നാണ് പുറത്ത് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പോലും മാധ്യമങ്ങളോട് സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്നു, മാണി സാറിനെതിരെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഇപ്പോൾ ഈ ഒരു മാസത്തേക്ക് ഒന്നും നോക്കേണ്ടതില്ല. ശരിയായ ഒരു രീതിയാണോ ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമല്ലേ? അങ്ങനെ വന്നാൽ നിയമത്തിൻ്റെ വഴിയും രാഷ്ട്രീയത്തിൻ്റെ വഴിയും എന്തെല്ലാം കാര്യങ്ങൾ കേരള സമൂഹം സ്വീകരിക്കണം? അല്ല, ഇത് സ്വാഭാവികമായും ഈ സർക്കാരിനെ സംബന്ധിച്ച് UDF-നെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ദിവസങ്ങളിൽ അതിന് പ്രചാരണം ആരംഭിക്കാൻ പോകുന്നു. ഇനി 30 ദിവസമാണുള്ളത്. അതിനിടയിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ്. UDF-ന്റെ ശിരസിൽ ഒരു ആറ്റം ബോംബ് വീഴുന്നത് പോലെയായിരിക്കും അത്. അതുകൊണ്ട് സ്വയരക്ഷാർത്ഥം ഇത്രമാത്രം നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുമോ, അരുവിക്കരയ്ക്ക് അപ്പുറം വരെയെങ്കിലും നീട്ടിക്കൊണ്ടു പോകാൻ കഴിയുമോ എന്നവർ പരിശോധിക്കുന്നതും ആലോചിക്കുന്നതും സ്വാഭാവികം മാത്രമാണ്. പക്ഷേ ഈ കുറ്റപത്രത്തെ ഇവർ ഇത്രമാത്രം ഭയപ്പെടുമ്പോൾ അതിന്റെ അർത്ഥം വിജിലൻസ് അന്വേഷണം സാമാന്യം തൃപ്തികരമായി നടന്നിട്ടുണ്ട് എന്നാണ്. അതായത് യുക്തിസഹമായൊരു നിഗമനം അത് തന്നെയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ പ്രകാശ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഹൈക്കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട്. നിർദ്ദേശം വളരെ വ്യക്തമാണ്. വിജിലൻസ് മാനുവൽ പോലും മാറ്റിവെച്ചുകൊണ്ട് മറ്റാരോടും ഉത്തരവാദിത്വമില്ലാതെ സ്വന്തം നിലയിൽ നിഷ്പക്ഷമായി സ്വതന്ത്രമായി വിജിലൻസ് അന്വേഷണം നടത്തണം എന്ന് മാത്രമല്ല, അതിൽ എന്തെങ്കിലും പോരായ്മ കണ്ടാൽ ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കാം എന്ന് സുനിൽകുമാർ എന്ന ഹർജിക്കാരൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കുറ്റപത്രം തയ്യാറായ ഒരു സാഹചര്യം, അന്വേഷണം പൂർത്തിയായി, കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. എന്നിട്ടത് നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും സുനിൽകുമാർ പറഞ്ഞതുപോലെ ഹൈക്കോടതി അതിൽ ഇടപെടും. ആ നിയമപരമായ ഇടപെടലിനെ അതിജീവിക്കാൻ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാവും. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ജേക്കബ് തോമസ് തുടർച്ചയായി പറഞ്ഞിരുന്നത് ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകും, ആ രീതിയിൽ അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കപ്പെടും എന്നാണ്. പക്ഷേ ലഭ്യമാകുന്ന വിവരങ്ങൾ, മാധ്യമങ്ങൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് വിജിലൻസ് ഡയറക്ടറുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവിടെ വച്ച് ഒരു സമ്മർദ്ദം, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ നോക്കൽ, അതല്ലെങ്കിൽ ഇന്നലെയും ഇന്നുമൊക്കെയായി നിയമ ഉപദേശം പൂർത്തീകരിച്ച് ഇത് കോടതിയിൽ എത്തേണ്ടതായിരുന്നു, അതിനെ തടസ്സപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നു. വിജിലൻസ് ഡയറക്ടർക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം നിലനിൽക്കെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന്, സ്വാധീനത്തിന് വഴങ്ങാൻ കഴിയുമോ? അങ്ങനെ വഴങ്ങിയാൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾക്ക് തന്നെ അത് വഴി തുറക്കില്ലേ? അതിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, വിജിലൻസ് ഡയറക്ടറുടെ സ്വഭാവശുദ്ധിയെക്കുറിച്ച്, സത്യസന്ധതയെക്കുറിച്ച് പൊതുവെ ആർക്കും ആക്ഷേപമില്ല. ആ ഉദ്യോഗസ്ഥന് അപ്രകാരം രാഷ്ട്രീയമായ സമ്മർദ്ദത്തിന് വഴങ്ങും എന്ന് ഞാൻ കരുതുന്നില്ല. മറ്റൊന്ന്,
ഈ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്ന ഈ രാഷ്ട്രീയ മേലാളന്മാർ അവർ എത്ര ദിവസം അവിടെ ഉണ്ടാകും അധികാരത്തിൽ? കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടാൽ ഈ ഗവൺമെന്റ് ഉണ്ടാവില്ല എന്ന കാര്യം അത് ആർക്കും വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. അത് KM മാണി പിൻവലിക്കേണ്ട ആവശ്യമില്ല. ആ കുറ്റപത്രം വന്നു കഴിഞ്ഞാൽ ഈ സർക്കാരിന് അധികാരത്തിൽ തുടരാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെ നിൽക്കുന്ന ഒരു സർക്കാരിനെയും രാഷ്ട്രീയ മേലാളന്മാരെയും വിൻസെന്റ് M. പോളിനെ പോലെ ഒരു വിജിലൻസ് ഡയറക്ടർ ഭയപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതിയുടെ നിർദ്ദേശം മാനിച്ചുകൊണ്ട് കോടതിയുടെ ശാസനയോ ശകാരമോ കേൾക്കാൻ ഇടവരുത്താതെ അദ്ദേഹം കുറ്റപത്രം സമർപ്പിക്കാൻ തയ്യാറാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അമ്പിളിയുടെ നുണപരിശോധനാ ഫലം അതുകൂടി പുറത്തു വന്നതോടുകൂടി അതിനു മുമ്പ് തന്നെ മൊഴികളുണ്ട്. KM മാണി പണം വാങ്ങി എന്ന് മൊഴികൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മൊബൈൽ ടവർ രേഖകൾ അത് ശരിവെക്കുന്നു. ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിൽ ഉണ്ണിയുമായി വാഹനമെത്തിയതിൻ്റെ തെളിവുകൾ ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വസ്തുതാപരമായ തെളിവുകൾ ശേഖരിക്കപ്പെട്ടിരിക്കുന്നു. പണം കൊടുത്തത് കണ്ടു എന്ന ആളുടെ നുണപരിശോധനാ ഫലം പറഞ്ഞത് ശരിയാണ് എന്ന് തെളിയിക്കുന്നു. അത്രയും എത്തിയ സ്ഥിതിക്ക് ഇനി വിധിയും വിജിലൻസ് പറയാൻ നിൽക്കുകയാണോ നല്ലത്? അതോ ഇത്രയധികം രേഖകളും തെളിവുകളും ഈ അന്വേഷണത്തിൽ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, അത് കോടതിയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു എന്ന രീതിയിൽ അത് എത്രയും പെട്ടെന്ന് കോടതിക്ക് മുന്നിൽ എത്തിക്കുക, അതല്ലാതെ അത് വൈകിപ്പിക്കുന്ന നടപടി അത് ശരിയാണോ? അത് ഇനി ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2 പേരുടെ പരിശോധന മാത്രമാണ്. ആ പരിശോധനയ്ക്ക് അധികം സമയം ആവശ്യമില്ല. അതുകൊണ്ട് വരുന്ന ഏത് ദിവസവും അത് മാറ്റിപ്പിക്കാനുള്ള പരിശ്രമം ഉണ്ടാകുന്ന വ്യക്തം. താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ തകരാറുണ്ട്. ശ്രീ VS സുനിൽകുമാർ, ഇനി ഇത് കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി, കൂടുതൽ നിയമോപദേശത്തിന് വേണ്ടി, ഇപ്പോൾ നിയമോപദേശമൊക്കെ നൽകുന്നത് നിയമമന്ത്രി KM മാണിയുടെ ആളുകൾ തന്നെയാണ്, നിയമോപദേശത്തിന് വേണ്ടി, അതുപോലെ വിശദമായ പരിശോധനകൾക്ക് വേണ്ടി ഇനിയും അത് വിജിലൻസിൻ്റെ കയ്യിൽ തന്നെ തുടരുക. ഇപ്പോൾ UDF നേതാക്കൾ പറയുന്നത് കേട്ടാൽ തോന്നുക വിജിലൻസ് ആണ് ഈ കേസിൽ വിധി പറയേണ്ടത് എന്നാണ്. ഇതിൽ മാണി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ലഭിച്ച തെളിവുകൾ, ശേഖരിച്ച തെളിവുകൾ അത് കോടതിക്ക് മുന്നിലേക്ക് വൈകാതെ എത്തിക്കുക. അതിനുവേണ്ടി ഇടതു നേതൃത്വം താങ്കൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? അല്ല, നമുക്ക് സ്വാഭാവികമായിട്ടും വിൻസെന്റ് M. പോളിന്റെ ഇന്റഗ്രിറ്റിയെ പറ്റി നമുക്ക് ആർക്കും സംശയമില്ല. പക്ഷെ അദ്ദേഹം ഗവൺമെന്റിന്റെ ഭാഗമാണ് എന്ന് മാത്രമല്ല, നിയമവകുപ്പ് ഇക്കാര്യത്തിൽ പറയുന്ന ഉപദേശം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിയമവകുപ്പിന്റെ മന്ത്രിയാണ് KM മാണി. അപ്പൊ ഇപ്പൊ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ വക്കീലെത്തി നിൽക്കുന്ന സന്ദർഭത്തില് ഈ ഗവൺമെന്റ് ഒരു കാരണവശാലും ഇത്തരം വളരെ ന്യായവും നീതിപൂർവവുമായ നിലയിൽ ഈ കേസ് കോടതിയിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ഏറ്റവും പെട്ടെന്ന് എത്രയും വേഗം ഇത് കോടതിയെ സമീപിച്ചുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാനും, ഇനി ആ കുറ്റപത്രത്തിൽ ഇവരുടെ FIR-ൽ പറയുന്ന കാര്യങ്ങൾ, കണ്ടുപിടിക്കപ്പെട്ട കാര്യങ്ങളുടെ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തിൽ വഴങ്ങി വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിധത്തിൽ വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ അത് അടക്കം കോടതിയിൽ ചോദ്യം ചെയ്യും. ഒരു സംശയം വേണ്ട. ആരെങ്കിലും ഇക്കാര്യത്തിൽ കള്ളക്കളിക്ക് ശ്രമിച്ചാൽ നിയമത്തിന്റെ മുമ്പിൽ നിന്ന് അവർ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. KM മാണിക്കെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കാൻ നീട്ടിക്കൊണ്ടുപോകാൻ ഒക്കെ ശ്രമിച്ചാലും നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം KM മാണി കൈക്കൂലി വാങ്ങിയിട്ടുള്ള കാര്യം ആർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് KM മാണി എന്ന് നിശ്ചയിച്ചാൽ അറിയാം, അന്വേഷിക്കുന്നവർക്ക് അറിയാം, ചർച്ച ചെയ്യുന്നവർക്ക് അറിയാം, KM മാണിക്കും അറിയാം അതേ കൈക്കൂലി വാങ്ങിയിട്ടുള്ള. VS സുനിൽകുമാർ, KM മാണി കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്ന് കേരളത്തിലെ പൊതുജനങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അതല്ലെങ്കിൽ മാണിയുടെ പാർട്ടിക്കാരാണെങ്കിലും UDF-ലെ മറ്റ് ഘടകകക്ഷികളിലെ അംഗങ്ങളാണെങ്കിലും ഇടതുമുന്നണിയിലെ വ്യക്തികളാണെങ്കിലും വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഒരു നിയമപരമായ നടപടി ഉണ്ടല്ലോ. ഒരാരോപണം ഉയർന്നു, അതിൽ വിജിലൻസ് അന്വേഷണം നടത്തി, തെളിവുകൾ ശേഖരിക്കപ്പെട്ടു, മൊഴികൾ എടുത്തു. ഇനി അത് കോടതിയിലാണല്ലോ ഈ കാര്യങ്ങൾ തെളിയിക്കപ്പെടേണ്ടത്. കോടതിക്ക് കൈമാറുക എന്ന ആ നടപടിക്രമം പൂർത്തിയാക്കാതെ കയ്യിൽ വെച്ച് കളിക്കുകയാണ്. അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും? അത് നിയമവാഴ്ചയ്ക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയല്ലേ? അതിനെ മറികടക്കുക എന്നുള്ളത് മാണി കോഴ വാങ്ങിയോ ഇല്ലയോ എന്ന കാര്യം അത് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതിനപ്പുറമുള്ള ഒരു പ്രക്രിയയല്ലേ? ഇനിയും ഈ കുറ്റപത്രം സമർപ്പിക്കാൻ നീട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് നിയമവാഴ്ചയുള്ള വെല്ലുവിളിയാണ്. നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ആണല്ലോ ഈ ഗവൺമെന്റ്. ഇവിടെ നിയമവാഴ്ച ഇല്ലല്ലോ. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം കേരളത്തിൽ നിയമവാഴ്ച ഇല്ലാതായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ജനങ്ങളുടെ ഇത്രയും ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ട് ഒരു നാണവും മാനവും ഇല്ലാതെ കളിച്ചു തൂങ്ങുന്ന യുവന്മാര് ഇതിനൊക്കെ അപ്പുറം ചെയ്യും. അതുകൊണ്ട് ശ്രീ VS സുനിൽകുമാർ ദയവായി തുടരുക. ശ്രീ ജോസഫ് വാഴക്കൻ, നിയമവാഴ്ച അംഗീകരിക്കുന്ന ഒരു സർക്കാർ, ഒരു ജനാധിപത്യ സമൂഹം, അന്വേഷണം ഈ ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ റിപ്പോർട്ട് സമർപ്പിക്കുക,
ആ റിപ്പോർട്ട് സമർപ്പിച്ച് കോടതിയിൽ അതിൻ്റെ വാദം നടക്കട്ടെ. മാണി കോഴ വാങ്ങിയെന്ന് കണ്ടു എന്ന് പറയുന്ന അമ്പിളിയുടെ മൊഴി അത് ശരിയോ തെറ്റോ അതിന് വിടുക എന്നതിന് പകരം ഭരിക്കുന്ന സർക്കാർ അതിൻ്റെ ഒരു ഘട്ടത്തിൽ അതിന് എങ്ങനെയാണ് വാർത്ത പുറത്തു വന്നത്, ഈ മൊഴികൾ ശരിയാണോ തെറ്റാണോ, അത് ചർച്ച ചെയ്ത് വിജിലൻസിന് മുകളിൽ ഒരു ക്രൈംബ്രാഞ്ച് അന്വേഷണം വച്ചുകൊണ്ട് പോകുന്നത്, ആ നടപടിക്രമം അത് ശരിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് തിരുത്തണം എന്ന അഭിപ്രായമുണ്ടോ? ഈ സുനിൽകുമാർ ഒക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ വിജിലൻസ് എൻക്വയറിയുടെ ചരിത്രത്തിൽ ഏറ്റവും നീണ്ടതാണെന്ന്. വിജിലൻസ് എൻക്വയറിയുടെ ചരിത്രത്തിലെ ഏറ്റവും അന്വേഷണത്തിന് ഏറ്റവും കുറച്ച് സമയം എടുത്തിട്ടുള്ളതാണ് ഇവര്. ബാക്കി അച്യുതാനന്ദന്റെ മോളുടെയും ഒക്കെ കേസൊക്കെ 2-3 കൊല്ലമായി ഇപ്പം നടക്കുക. പിണറായി വിജയന്റെ ലാവ്ലിൻ കേസ് എത്ര കൊല്ലം കൊണ്ടായിരുന്നു അന്വേഷണം നടത്തിയത്. ഓരോ കേസുകളും എത്രയോ കാലമായി. ഇതിന് അന്നൊന്നും ഇതുപോലെ മാധ്യമങ്ങൾ പുറകെ നടക്കാനും ഇതുപോലെ കൊണ്ടാഘോഷിക്കാനും ആരെങ്കിലും ചോർത്തി വാർത്ത കൊടുക്കാനൊന്നും ആരുമില്ലായിരുന്നു. ഇതുപോലെ ഓരോ അന്വേഷണങ്ങൾ എത്ര വിജിലൻസ് എൻക്വയറിയാ 5, 6, 7 വർഷമായിട്ട് ഇപ്പോഴും കിടക്കുന്നത്. അപ്പൊ ഇത് മാത്രം എന്തോ താമസിപ്പിച്ചു. ഇതേ കഴിഞ്ഞ ദിവസം ഏതാണ്ടോ ഒരുത്തന്റെ കള്ളം പരിശോധിച്ചെന്നോ എന്തോ പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വന്നല്ലോ, അതും അന്വേഷണത്തിന്റെ ഭാഗമല്ല. അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ ഇനി തീരാറുണ്ട്. പിന്നെ എവിടെ കുറ്റപത്രം താമസിപ്പിച്ചു എന്ന് പറയുന്നത്? ഈ നുണപരിശോധന എന്ന് പറയുന്നത് ആദ്യം നാട്ടുകാർ നിങ്ങൾ അതിനെക്കുറിച്ച് ആളുകളോടൊന്ന് വിശദീകരിക്കണം. ആളുകളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഏതാണ്ടോ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത് പോലെ എന്തോ അബോധാവസ്ഥയിൽ കിടത്തി ചോദിച്ചെടുക്കുകയാണെന്ന. ഇത് കള്ളം തന്നെയാ പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് രക്തം കൂടുന്നില്ല. ശ്രീ ജോസഫ് വാഴക്കൻ, അമ്പിളി കള്ളമാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ പരിശോധന അത് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു ഫലമാണ് അതിൻ്റെതെങ്കിൽ അതെല്ലാം കോടതി തീരുമാനിക്കട്ടെ. ഇപ്പോൾ വിജിലൻസിൻ്റെ അന്വേഷണം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ റിപ്പോർട്ട് കോടതിയിലേക്ക് പോകട്ടെ, കുറ്റപത്രം കോടതിയിലേക്ക് പോകട്ടെ. അങ്ങനെ കോടതി അതിൽ KM മാണി കോഴ വാങ്ങിയോ ഇല്ലയോ എന്ന് അതിൽ വാദം നടക്കട്ടെ. അങ്ങനെ കോടതിക്ക് വിടുക. എന്തിന് നമ്മൾ അതിൽ തീർപ്പ് കൽപ്പിക്കണം? ഇവിടുത്തെ പ്രശ്നം അത് കോടതിക്ക് വിടാതെ മുഖ്യമന്ത്രി ആദ്യം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന് ലഭിക്കുന്ന വിവരങ്ങൾ മാധ്യമങ്ങളിൽ നിന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ മൊഴിയില്ല എന്നായിരുന്നു. പക്ഷേ R ബാലകൃഷ്ണപിള്ള പറഞ്ഞു മൊഴി നൽകിയിട്ടുണ്ട് എന്ന്, ബിജു രമേശ് പറഞ്ഞു മൊഴി നൽകിയിട്ടുണ്ട് എന്ന്. അപ്പോൾ മൊഴിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടും തുടക്കം മുതൽ ഇതിൽ ഒരു അവിശ്വാസത്തിൻ്റെ ഒരു നിഴൽ വീഴ്ത്താൻ UDF ശ്രമിച്ചിരുന്നു. പക്ഷേ അന്വേഷണം പൂർത്തീകരിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ കോടതി തീരുമാനിക്കട്ടെ എന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഒരു അഭിപ്രായം രൂപീകരിക്കുന്നില്ല, അത് നടപ്പാക്കുന്നില്ല? പ്രകാശ് തന്നെ പറഞ്ഞല്ലോ കോടതി തീരുമാനിക്കട്ടെന്ന്. കോടതിയിലൊക്കെ മുമ്പ് തന്നെ അന്വേഷണത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മാധ്യമങ്ങളും ഇവിടെ കുറെ ഇടതുപക്ഷക്കാരും എല്ലാവരും കൂടി വിധി എഴുതി കഴിഞ്ഞല്ലോ. ഓരോ ദിവസവും എഴുതുകയല്ലേ, മാണി ഇതാ കുരുങ്ങി ഇനി രക്ഷയില്ല നിങ്ങൾ എവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാ. പിന്നെ ഇതിന് അന്വേഷണത്തിന് മാധ്യമങ്ങൾക്ക് കൊടുത്തവരെ കുറിച്ചുള്ള അന്വേഷണം അത് ഈ വിജിലൻസിന്റെ ഒക്കെ എൻക്വയറി ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ചില എത്തിക്സ് ഉണ്ട്, ചില മാനുവലുണ്ട്, ചില ചട്ടങ്ങളുണ്ട്, ചില നടപടിക്രമങ്ങളുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ, ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെതിരെ സംസാരിക്കുമ്പോൾ ഇതൊന്നും തന്നെ കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചിരുന്നില്ല. അതുപോലെ തന്നെ TP വധക്കേസുമായി ബന്ധപ്പെട്ട ടെലിഫോൺ വിവരങ്ങളും സംഭാഷണത്തിന്റെ വിശദാംശങ്ങളും അതത് സമയം മാധ്യമങ്ങൾക്ക് ലഭ്യമായിരുന്നപ്പോൾ ഇത് ശരിയല്ലല്ലോ എന്ന് നിങ്ങൾ അഭിപ്രായപ്പെട്ടിരുന്നില്ല. ശ്രീ ജോസഫ് വാഴക്കൻ, കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് KM മാണിക്കെതിരെ ഉയർന്നു വന്ന ഈ ബാർക്കോഴ ആരോപണം അത് മാണി ഇടതുമുന്നണിയിലേക്ക് പോകുകയും അങ്ങനെ സർക്കാർ ദുർബലപ്പെടാതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി UDFിൽ തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നു വന്നു എന്ന നിലയിലാണ് അതിലെ നേതാക്കൾ പറയുകയും അവരൊരു അന്വേഷണം വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മാണി വീണ്ടും അതിൽ കുറ്റപത്രത്തിലേക്ക് കാര്യങ്ങൾ വരിക, മാണി രാജിവെക്കേണ്ട അവസ്ഥയിലേക്ക് വരിക. അങ്ങനെ വന്നപ്പോൾ വീണ്ടും മാണിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മറ്റൊരു ഇടപെടൽ. ഇതെല്ലാം UDF സർക്കാരിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒന്നല്ലേ? ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? തിരുത്തൽ വരുത്താൻ നിങ്ങൾ തയ്യാറാകേണ്ടതല്ലേ? വിശ്വാസ്യത തകർക്കാമെന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ ഇത്തരത്തിൽ വാർത്തകൾ ചമച്ചുണ്ടാക്കി പുറത്തുവിടുക, അതിന്റെ പേരിൽ ചർച്ച നടത്തുക, പിന്നീട് ഇതിന്റെ യാഥാർത്ഥ്യം പുറത്തു വരുമ്പോൾ അത് അങ്ങനെയല്ലായിരുന്നു, അത് അട്ടിമറിച്ചതാണെന്ന് പറയുക, ഇതൊക്കെ ഒരു തന്ത്രമാണിപ്പോൾ. അത് രാഷ്ട്രീയ തന്ത്രമാണ്. ഇപ്പം തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ പ്രതിപക്ഷങ്ങൾ ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടി ഓരോ 5 കൊല്ലം കഴിഞ്ഞപ്പോഴും തെരഞ്ഞെടുപ്പ് അധികാരത്തിലിരുന്ന ഗവൺമെന്റ് പാർട്ടിയാണ്. അവർക്ക് ഇതിനകത്ത് അവരുടേതായ ബന്ധങ്ങളുണ്ട്, അവരുടേതായ സ്വാധീനങ്ങളുണ്ട്. അവരാണല്ലോ ഈ ബാർ മുതലാളിമാരെ മുഴുവൻ വിളിച്ചുകൂട്ടി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ബാർ തുറന്നു തരാമെന്ന വാഗ്ദാനം നടത്തിയിരിക്കുന്നത്. കോടികളുടെ നഷ്ടം സംഭവിച്ച ആളുകൾ കോടികൾക്ക് ലാഭം കൊയ്യാനായിട്ട് ലാഭേച്ഛയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ പറയുന്ന വാഗ്ദാനങ്ങൾ വീണുപോകുമല്ലോ.
അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന പല തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസ് അല്ലെങ്കിൽ വിജിലൻസ് അത് വിശകലനം നടത്തി അതിന്റെ ന്യായം അന്യായം തീരുമാനിച്ചുകൊണ്ടല്ലേ അവർ റിപ്പോർട്ട് എഴുതുന്നത്. റിപ്പോർട്ട് എഴുതി വരട്ടെ, വന്നിട്ട് കോടതിയുടെ മുമ്പിലോട്ട് വരട്ടെ, അപ്പൊ നമുക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാം. അതുവരെ ഒരാളെ കുറ്റവാളിയാക്കി പരസ്യമായി, പ്രത്യേകിച്ച് 10-52 വയസ്സുള്ള പലത ശ്രീ ജോസഫ് വാഴക്കൻ, 82 വയസ്സ് എന്നുള്ള ആ പരിഗണന അദ്ദേഹമായിരുന്നു. കോഴ വാങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇത്രയും വയസ്സായി, ഞാൻ 50 വർഷമായി MLA ആയിരുന്നു, ഞാനിങ്ങനെ കോഴയൊന്നും വാങ്ങാതെ ഒരു മാന്യനായി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കേണ്ടിയിരുന്നത്. പക്ഷേ റിപ്പോർട്ട് സമർപ്പിക്കും എന്ന് പറയാൻ, അത് സത്യസന്ധമായി കോടതിയിലെത്തും എന്ന് പറയാൻ, അതിൻ്റെ ഉള്ളടക്കം എന്തുമാകട്ടെ, എന്താണ് നിങ്ങളെ അതിൽ ഭയപ്പെടുത്തുന്നത്? അല്ല, പ്രകാശ് പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, അദ്ദേഹം 82 വയസ്സുള്ള ആൾ അദ്ദേഹം വാങ്ങുന്നതിന് മുമ്പ് വിചാരിക്കേണ്ടത് എന്ന് വെച്ചാൽ വാങ്ങിയെന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യല്ലേ? നിങ്ങൾ എങ്ങനെയാ കൺഫേം ചെയ്യുന്നത്? ഇതുപോലെയാണ് ഓരോ മാധ്യമങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ വളരെ നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ. KM മാണി കൈക്കൂലി വാങ്ങിയില്ല, അദ്ദേഹത്തിന്റെ 82 വയസ്സ്, അതിന് പരിഗണന നൽകണം എന്ന അഭിപ്രായം. അതുപോലെ തന്നെ റിപ്പോർട്ട് അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് വ്യക്തമല്ല, അതെപ്പോൾ സമർപ്പിക്കുമെന്നും വ്യക്തമല്ല. റിപ്പോർട്ട് കോടതിയിലെത്തും മുമ്പ് അട്ടിമറിക്കാൻ UDF നടത്തുന്ന ശ്രമങ്ങൾ ഏത് വിജയിക്കും എന്ന് കാണാം. വളരെ നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ VS സുനിൽകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.